ഹായ് ഗൈസ്, ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാണ്. നമ്മൾ മാനാഞ്ചേരിയാണുള്ളത്. ഇപ്പോൾ ടൈം 2:40. റിസൾട്ട് വരാനായി +2ൻ്റെ. എൻ്റെ ഫോൺ നോട്ടെ, അതിലാണ് ഞാൻ റിസൾട്ട് നോക്കാൻ പോകുന്നത്. കാരണം ഇതിലല്ലേ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കേ, ലൈക്ക് ഒരു 3 മണിക്കിട്ടാണല്ലേ മറ്റേ സമ്മേളനം അല്ല, അയ്യോ, സംഭവമല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ റിലീസ് ചെയ്യുക. അപ്പോൾ ഒരു 3:15 ആകുമ്പോഴേക്ക് കിട്ടാൻ തുടങ്ങുന്നുണ്ടാവും. ഏതായാലും വെബ്സൈറ്റ് ഓർമ്മയുണ്ടോ? +2 റിസൾട്ട് 2026. ഏത് ലൈന് നോക്കുക? വെൽക്കം ടു HSC പോർട്ടൽ. റിസൾട്ട് പോർട്ടലല്ലേ നമ്മൾ നോക്കല്. അല്ലാണ്ട് നമുക്ക് കഴിഞ്ഞല്ല സ്കൂളിൽ നിന്നൊക്കെ ഒരു ലിങ്ക് ഇട്ടാന്നേനും, അതിൽ വേഗം കിട്ടീനും. ഞാൻ 10ാം ക്ലാസ്സിലതും +1 ഒക്കെ 10ാം ക്ലാസ്സിലെ വീട്ടിൽ നിന്ന് എടുത്തേ. +1 അമ്മേൻ്റെ ഷോപ്പിൽ നിന്നാണ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആക്കാം, കോഴിക്കോട് ക്ലാസ്സിന് വരുന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ വരുന്നതാണ് ഇതിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേഗം കിട്ടും. കാരണം എനിക്ക് സാധാ കിട്ടല്ലേ. ഇതെന്താ ലൈറ്റ്? സാധാരണ എനിക്ക് എപ്പോഴും ഒരു 3:30-4 മണിയാകുമ്പോൾ കിട്ടുക. ഞാൻ എത്ര നേരത്തെ കുത്തിരിക്കുന്ന അറിയാം നോക്കാതെ. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ, എനിക്ക് 10ാം ക്ലാസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ലൈക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. നിങ്ങൾ എൻ്റെ ലൈക്ക് കുറേ ആൾക്കാരൊക്കെ എൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ. ശരിക്കുമല്ലോ എനിക്ക് പേടിയുണ്ടോ ചോദിച്ചാൽ വലിയ പേടിയൊന്നുമില്ല. പക്ഷേ എൻ്റെ ബ്രെയിൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നു, ലൈക്ക് എനിക്കറിയാം ഞാൻ എഴുതിയത് എന്തൊക്കെയാണ്, എത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷെ എൻ്റെ ബ്രെയിൻ എന്നോട് പറയും, ഹോൾ ടിക്കറ്റിൽ എഴുതിയ നമ്പർ തെറ്റിപ്പോയിക്ക്, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോയിക്ക്, അതിനൊന്നും മാർക്ക് കിട്ടൂല, അതിനൊന്നും മാർക്ക് കിട്ടും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഒരു കുഴപ്പമുള്ളൂ, വേറെ എനിക്ക് പേടിയിട്ടൊന്നുമില്ല. രജിസ്ട്രേഷൻ നമ്പറൊക്കെ അടിക്കാനുള്ള ഈ സംഭവം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംതിങ്, ഞാൻ ഇത്ര നേരം നോക്കിയ ലിങ്ക് ഫസ്റ്റ് ഇയറിൻ്റെയും ഇതില്ലേ സംഭവം ഇതൊക്കെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അല്ല ഋദ്വികാർ ഗ്രേസ് മാർക്ക് അവാർഡ്. നമുക്ക് സാധനം വന്ന് ഇപ്പൊ പേടിയാവുന്നുണ്ട്. ഇത്ര നേരം വലിയ പേടിയൊന്നുമില്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഒന്ന് ഇങ്ങോട്ട് ഇരിക്കും. ഇത് കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലല്ലോ ഇപ്രാവശ്യം. ഗ്രേസ് മാർക്ക് പിന്നെ കഴിഞ്ഞ കൊല്ലത്ത് എല്ലാം കൂടി കാണിക്കുന്നില്ല. ഒറ്റ നോട്ടത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇത്ര നേരം എനിക്കൊരു പേടിയില്ലേനു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, പറയാനായിക്കില്ല. ഞാൻ പിന്നെ പറയാ. ആദ്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇംഗ്ലീഷിനൊക്കെ മാർക്ക് കുറഞ്ഞ പോലെയാ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. ലൈക്ക് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിന് കുറേ വേരിയേഷൻസ് ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഫൈൻ ഐ ഗെസ്. പക്ഷേ ടോട്ടല് full A+ ആണ്. ഇനി ഇത് നോക്കണം, പെർസെൻറ്റേജ് എത്രയാണെന്ന് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷേ ഞാൻ ചിന്തിച്ചതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾ റൈറ്റ് ഐ ഗെസ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇംഗ്ലീഷ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും full A+ ആണ്, പക്ഷെ കുറവാണ്. ഇപ്പം ഇംഗ്ലീഷ് ഞാൻ റീവാലുവേഷൻ എന്തായാലും കൊടുക്കും. പിന്നെ ബാക്കിയെല്ലാം ഏകദേശം കുഴപ്പമില്ല. പക്ഷെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ചെറിയൊരു സങ്കടം. ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി. റിസൾട്ട് കണ്ട സമയത്ത് ഞാൻ കുറച്ച് ഷോക്കായിപ്പോയി. കാരണം എക്കണോമിക്സിലും പിന്നെന്തിലാ ബിസിനസ്സിലും പിന്നെ അക്കൗണ്ടൻസിയിലും ഞാൻ ചെറുതായിട്ട് ഇതിനെക്കാട്ടും മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിസിനസ് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എക്കണോമിക്സ് ഞാൻ നല്ലോണം പഠിച്ചിട്ട് എഴുതിയതായിരുന്നു. അക്കൗണ്ടൻസി പൊതുവേ ഞാൻ എത്ര കംപ്ലീറ്റ്ലി പഠിച്ചാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്ന് മാർക്ക് പോലുണ്ട്. സോ ഇറ്റ് വാസ് എ ന്യൂ ഈവൻ തോ ഞാൻ അക്കൗണ്ടൻസി നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിലും. പക്ഷേ എനിക്ക് ഷോക്കായി പോയത് എക്കണോമിക്സാണ്. പിന്നെ ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷിൻ്റെ മാർക്കിലാണ്. ഇംഗ്ലീഷിന് എനിക്ക് 80ൽ 72 ഉള്ളൂ. ദാറ്റ് വാസ് എ ഷോക്കർ ഫോർ മീ. കാരണം മോഡൽ എക്സാമിന് ടീച്ചർ എൻ്റെ പേപ്പറും പിന്നെ വേറൊരു കുട്ടീൻ്റെ പേപ്പർ മാത്രമാണ് ചെക്ക് ചെയ്തത്. എന്നിട്ട് അന്നേരം ലൈക്ക് ടീച്ചർ ക്രൂഷ്യലായിട്ട് ചെക്ക് ചെയ്തിട്ട് എനിക്ക് 79 മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറയുകയും ചെയ്തിരിക്കും, ഒരു ഗ്രാമറിൽ 1 മാർക്കാണ് പോയത്. ലൈക്ക് മൈ റൈറ്റിംഗ് ഈസ് റിയലി സ്ട്രോങ് ആൻഡ് ഐ ഹാവ് എ സ്ട്രോങ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ എനിക്ക്
എല്ലപ്പോൾ ലൈക്ക് ഓൾ മൈ ലൈഫ് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ. ഇംഗ്ലീഷിൽ ഇത്ര കുറയുമെന്ന്. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് എല്ലാവർക്കും ഇംഗ്ലീഷിൽ ലൈക്ക് അത്യാവശ്യം എല്ലാത്തിലും ഫുൾ A+ കിട്ടിയിട്ട് ഇംഗ്ലീഷ് മാത്രം A+ പോയ ആൾക്കാരും ഉണ്ട്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പിന്നെ ഇംഗ്ലീഷിൽ നല്ല കുറഞ്ഞു പോയ ആൾക്കാരും ഉണ്ട്. കഴിഞ്ഞ കൊല്ലം നല്ല മാർക്ക് കിട്ടിയിട്ടും ലൈക്ക് ക്ലോസ് ടു 80 കിട്ടിയിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് ടഫ് വാല്യുവേഷൻ ആയെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഇംഗ്ലീഷും എക്കണോമിക്സും ഞാൻ റീവാല്യുവേഷൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഗ്രേഡിൽ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് എത്രയാണ് എത്രയാണെന്ന് എനിക്ക് ഫുൾ A+ ഉണ്ട്. ആൻഡ് ഓൾസോ 93.3% ആണ് എൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. ആൻഡ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ പറയും, ഓ 93 ഉള്ളൂ, എനിക്ക് ഇത്ര ഉണ്ട്, എനിക്ക് 95 ഉണ്ട്, എനിക്ക് 98.999 ഉണ്ട്, എനിക്ക് 99.99999 ഉണ്ട്, അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ആൻഡ് എനിക്ക് അവരോടൊക്കെ ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. ആൻഡ് ഈവൻ ഇഫ് ചില ആൾക്കാർ റൂഡായിട്ട് ആണ് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, കഴിഞ്ഞ കൊല്ലം ഞാൻ റിസൾട്ടിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇട്ട സമയത്ത് ഇങ്ങനത്തെ കമൻറ്റ്സ് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം എനിക്ക് നല്ല സങ്കടമായി. ഇങ്ങനെ ആൾക്കാർ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ട്രൈ ചെയ്തിട്ടും എനിക്ക് കഴിഞ്ഞ വർഷം 95% ചെയ്യുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഐ എം നോട്ട് ഗോൺ സിറ്റ് അറൗണ്ട് ലൈക്ക് ദാറ്റ്. ബിക്കോസ് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, if you got more percentage than me and you're comparing it to me, like I'm really happy for you, I'm not jealous. But if you're comparing to me, like comment section ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. You are comparing to a person who have a YouTube channel, who have 175k subscribers in YouTube, who have 38k in Instagram, who got full A+ in 10th, who got NMMS with the highest grade in our school, who got USS, who have real exposure to business, which is my subject basically, commerce, who have worked with multiple international brands and domestic brands as well. Our shoes are different. In case like അയ്യോ അത്രേ ഉള്ളൂ ഇതാ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഈവൻ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, ഓ കഴിഞ്ഞല്ലോ ഇങ്ങനൊന്നല്ല, അതിനൊക്കെ ഭയങ്കര ജാടയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് പ്രവണതകൾ വരും. ബട്ട് ഐ എം ഫൈൻ വിത്ത് ദിസ്. ബിക്കോസ് എന്താ, ഞാനിപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്ങറാണ്. ഈവൻ ദോ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ എന്നെ അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ബിഫോർ യു പോസ്റ്റ് ദാറ്റ് തിങ്, കീപ് ദിസ് ഇൻ മൈൻഡ്. കഴിഞ്ഞുള്ള എനിക്ക് നല്ല സങ്കടമായി. അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ ഇത് പറഞ്ഞത്. പക്ഷേ ഇറ്റ്സ് ഫാക്ട്സ്. കഴിഞ്ഞുള്ള എനിക്ക് സങ്കടമായി. ബട്ട് വൈ ആം എ സാഡ്? ബിക്കോസ് വി ആർ ഇൻ ഡിഫറെൻറ്റ് സംഭവം. പിന്നെ വേറെ ഒരു കാര്യം, സം പീപ്പിൾ മൈറ്റ് ഡിസഗ്രി വിത്ത് മീ. ലൈക്ക് ഫുൾ A+നെ കാട്ടും ലൈക്ക് പെർഫെക്റ്റ് സ്കോറൊക്കെ എഫേർട്ട് ഇട്ടിട്ട് നല്ല പഠിച്ചാലേ കിട്ടൂ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഇഫ് യു ഡിഡിൻ റീച്ച് ദെയർ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്കോ, ഇറ്റ് ഡസൻ ഡിഫൈൻ യു. ഇതെന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. ജസ്റ്റ് ബിക്കോസ് സംബഡി ഗോട്ട് ഫുൾ A+ ഓർ എന്താ പറയുക ഫുള്ള്, ലൈക്ക് ദർ ഇസ് എഫേർട്സ് ബിഹൈൻഡ് ഇറ്റ്, like a lot of efforts. അത് വെറുതെ കിട്ടുന്നതല്ല. സ്റ്റിൽ that is not the end of the world. There is a lot of things more to life than just marks. മാർക്കിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പേഴ്സണൽ ആയിട്ടുള്ള more than any marks, more than any certificates or qualification, what you really need is personally നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓരോന്നിലെ മാർക്ക് ഇട്ട് അറിയേണ്ടി വരും അല്ലേ. എനിക്ക് ഇക്കൊല്ലം ഇംഗ്ലീഷിൽ 8 മാർക്ക് പോയി. കഴിഞ്ഞ കൊല്ലം 2 മാർക്കേ പോയിട്ടുള്ളായിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഗ്രാമറിലൊന്നും മിസ്റ്റേക്സ് വന്നിട്ടില്ലായിരുന്നു. ഇംഗ്ലീഷിൻ്റെ ഈ കാര്യം ഈവൻ മൈ ടീച്ചർ സെഡ് ദാറ്റ്. ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഋത്വിക, ഞാനും മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഷോക്ക്ഡായി എവിടെയാ പോയത് എന്നുള്ളത്. ഇനിയിപ്പം കഴിഞ്ഞില്ലേ റിസൾട്ട്, റീവാലുവേഷന് കൊടുത്തോളൂ. നിനക്കൊരു 78, 79, 80 നീ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനൊരു 78, 79 ഒക്കെ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു. 80 ബാക്കി നീ എഴുതിയത് പോലെയല്ലേ. ഒരു 78, 79, 80 ആ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ അത് പിന്നെ സെക്കൻഡ്ലി ഹിന്ദി കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഫുൾ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ബിസിനസ് കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ആയിനും ഇപ്രാവശ്യം 10 മാർക്ക് പോയി. ലൈക്ക് അത് ഞാൻ ഇംഗ്ലീഷ് ആകെ ഇക്കൊല്ലം മൊത്തത്തിൽ നോക്കുമ്പോൾ അവസാനത്തെ ഈ ഒരു 5 ദിവസമേ ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടുള്ളൂ.
ക്രിസ്മസ് എക്സാമിനൊക്കെ ഞാൻ 3 ചാപ്റ്റർ ഒറ്റനെ പഠിച്ചിട്ടുള്ളേനും. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. അത് ഒന്ന് കഴിഞ്ഞ കൊല്ലത്തെ ഓവർ കോൺഫിഡൻസ് ആണ് ലൈക്ക് ഫുള്ള് കിട്ടും എന്നുള്ളത്. പക്ഷേ അവസാനം ആകുമ്പോഴേക്ക് എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയായിരുന്നു ഫുൾ എന്തെങ്കിലും കിട്ടൂലെന്ന്. ലൈക്ക് പക്ഷേ ഒരു 75% മാർക്ക് ലൈക്ക് 80 ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം എനിക്ക് എക്കണോമിക്സ് 70 മാർക്സ് ഉണ്ടേനും. എത്രയിൽ? 80. അപ്പോൾ ഈ വർഷം ഞാൻ എക്കണോമിക്സ് നല്ല പഠിച്ചിട്ടുണ്ടായി. ഞാൻ ബിസിനസ് പഠിക്കേണ്ടെങ്കിൽ കൂടി എക്കണോമിക്സ് ആണ് പഠിച്ചത്. കാരണം അതിൽ അപ്ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട്. കാരണം എനിക്ക് ബിസിനസ് കുറച്ചുകൂടി വേഗം പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ചാപ്റ്റേഴ്സ് ഞാൻ അവസാനം 5 ദിവസം കൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഒരു 75 അബോവ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ 67 ആയിപ്പോയി എക്കണോമിക്സ്. അതാ ഞാനത് റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ മാത്സിൻ്റെ കാര്യം ഒന്നും പറയണ്ട. കഴിഞ്ഞ വർഷം എനിക്ക് മാത്സ് 60ൽ 56 ഉണ്ടെങ്കിലും. പക്ഷേ ഇക്കൊല്ലം അത് ഞാനുണ്ടല്ലോ മറ്റേ ഇതില്ലേ കാൽക്കുലസ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്താണ്. വേറെ ഒന്നും കൊണ്ടല്ല, ലാസ്റ്റിലേക്ക് അത് പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുള്ള് കവറപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ഐ ഓൾസോ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ യൂട്യൂബ് ചാനൽ. കാരണം എനിക്ക് പീക്ക് ഗ്രോത്ത് ഉള്ള ടൈമാണ്. എനിക്കിത് താഴെ വെക്കാൻ പറ്റില്ല. ബിക്കോസ് ഇത് പിന്നെയും ഈ ഒരു ലെവലിൽ ലൈക്ക് ഈ ഒരു പീക്കിലേക്ക് എത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ടേക്ക് മീ ഇയേഴ്സ്. അപ്പോൾ എനിക്ക് രണ്ടും താഴെ വെക്കാൻ പറ്റില്ല. ലൈക്ക് അപ്പോൾ സ്മാർട്ട് ഡെസിഷൻ വാസ് മാത്സ് മാക്സിമം പഠിക്കുക. മോർ ദൻ കാൽക്കുലസ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും വൃത്തിക്ക് പഠിക്കാൻ വേണ്ടി. സോ ഞാൻ പഠിച്ചതൊക്കെ വൃത്തിക്ക് പഠിച്ചു. സോ ഐ റോട്ട് ഫോർ ലൈക്ക് 45 മാർക്സ്. അതിൽ 45 അല്ല 35 കിട്ടുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു. കറക്റ്റ് 35 ആണ് കിട്ടിയത്. ബാക്കി ഐ ന്യൂ ദാറ്റ് ഐ ഹാഡ് എ പ്ലാനിങ്. എനിക്ക് NSSൻ്റെ ഗ്രേസ് മാർക്ക് ഉണ്ടല്ലോ, ആ ഗ്രേസ് മാർക്ക് മാത്സിലേക്ക് ആഡ് ആയിക്കോട്ടെ. പിന്നെ കഴിഞ്ഞ വർഷം 56 മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ 6 മാർക്ക് എനിക്ക് എക്സ്ട്രാ ഉണ്ട്. ലൈക്ക് A+ നിന്ന് വീണ്ടും 6 മാർക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു റിസ്ക് എടുത്തത്. സോ അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമില്ല. പക്ഷേ ഓവർ ദി ഇയേഴ്സ് എൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്സിനും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എപ്പോഴും മാത്സിനും. ഇതിൽ നിന്ന് ഈ ഒരു രീതിയിലേക്ക് ഇപ്പം എത്തിയത് ഐ എം സാഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ ഐ ഓൾറെഡി തോട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ചോസ് ടു ടേക്ക് ദിസ് റിസ്ക്. ഇനി അടുത്തതാണ് അക്കൗണ്ടൻസി. കഴിഞ്ഞ കൊല്ലം എനിക്ക് 5 A+ വിത്ത് 95% അതിൽ ഒരു A+ പോയത് അക്കൗണ്ടൻസി. എനിക്ക് 48 മാർക്കായിരുന്നു 60. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അക്കൗണ്ടൻസിനെക്കാട്ടും ഓണസ്റ്റ്ലി ഈ കൊല്ലത്തെ അക്കൗണ്ടൻസി ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ ഐ ആക്ച്വലി തോട്ട് ദാറ്റ് എനിക്ക് ഒരു 50 അബോവ് എന്തെങ്കിലും കിട്ടുന്നു. പക്ഷേ 47 ആയിപ്പോയി. അക്കൗണ്ടൻസിയും റീവാലുവേഷന് കൊടുക്കണമെന്ന് എനിക്ക് ചെറിയൊരു ഇതുണ്ട്. പക്ഷേ അക്കൗണ്ടൻസി എന്താ അറിയോ, എനിക്ക് ഫുൾ അറിയുണ്ടാവും. ഞാൻ നല്ല പഠിച്ചിരിക്കും അക്കൗണ്ടൻസി. ആകെ അത്ര ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തും. ലൈക്ക് എനിക്ക് എന്താ അറിയില്ല അക്കൗണ്ടൻസി അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ എത്ര നല്ല പഠിച്ചാലും ഞാൻ ഈ വർഷം തുടക്കം തൊട്ട് ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിച്ചത് അക്കൗണ്ടൻസിയാണ്. കാരണം കഴിഞ്ഞ വർഷം അവിടെയാണല്ലോ പോയത്. പക്ഷേ സ്റ്റിൽ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. എനിക്കിപ്പോൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ NSSന് ഉണ്ടെങ്കിലും ഐ ഫീൽ ലൈക്ക് ഐ ഡിസേർവ് ദാറ്റ് ഗ്രേസ് മാർക്ക്. വെറുതെ കിട്ടിയല്ല, ഞാൻ അത്യാവശ്യം നല്ല ലൈക്ക് ജെനുവിൻലി പണിയെടുത്തിട്ടുണ്ട്. ലൈക്ക് ഐ മീൻ വെറുതെ ഗ്രേസ് മാർക്കിന് വേണ്ടി എല്ലാതിനും ഞാൻ ചേർന്നത്. ലൈക്ക് ഐ ഗോട്ട് എക്സ്പീരിയൻസ്, ഐ ഗോട്ട് എക്സ്പോഷർ ആൻഡ് ക്യാമ്പും എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് എക്സാക്ട്ലി ലൈക്ക് ഐ കാൽക്കുലേറ്റഡ് മാത്സിൽ ആഡായി. പക്ഷേ ഗ്രേസ് മാർക്ക് ഉള്ളത് ഞാൻ രക്ഷപ്പെട്ട എന്താ വെച്ചാൽ ലൈക്ക് എൻ്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എക്കണോമിക്സിന് 67 ആയി പോകും എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ ഞാൻ സേവായി. ആൻഡ് ഓൾസോ അവിടെ 3 മാർക്ക് ആഡായി. പിന്നെന്തെന്നതിനും ആഡായത്? പിന്നെ അക്കൗണ്ടൻസിയിൽ എന്തോ 4 മാർക്കോ അങ്ങനെ എന്തോ ആഡായി. 4 or 5 മാർക്ക് അങ്ങനെ 5 മാർക്ക് ആഡായി. പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാനിപ്പോൾ യൂട്യൂബ് ചെയ്യുന്നില്ല. ലൈക്ക് യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഫോക്കസ് ചെയ്ത് അത്ര ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ തിങ്ക് ഐ ക്യാൻ അച്ചീവ് മോർ. ലൈക്ക് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഫുൾ A+ വിത്തൗട്ട് ഗ്രേസ് മാർക്ക്. എന്തായാലും ഒരു 95 അല്ലെങ്കിൽ അതിൻ്റെ അബോവ് എനിക്ക് എന്തായാലും എത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഐ ഹാവ് സീറോ റിഗ്രറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. ബിക്കോസ് ഞാൻ രണ്ടും ഒരേ രീതിയിൽ ലൈക്ക് രണ്ടും നല്ല രീതിയിലാണ് ഞാൻ കൊണ്ടുപോയത്. നമുക്ക് ഒരിക്കലും ഒന്നിൽ 100%ഉം മറ്റേലും 100% ഇടാൻ പറ്റില്ല. വി ഹാവ് ടു സാക്രിഫൈസ് ഒന്നിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. അങ്ങനെയുള്ള സാക്രിഫൈസസ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ വരുത്തിയിട്ടുണ്ട്.
സ്റ്റഡീസിൻ്റെ കാര്യത്തിലും ചെറുതായിട്ട് വരുത്തിയിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് സീറോ റിഗ്രറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്, ജസ്റ്റ് ബിക്കോസ് ഐ ടുക്ക് ദ റിസ്ക്. നൗ ഐ എം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. വെൻ ഐ എം 18, after +2, I can do things that normally 18-year-olds can't do, especially girls. Also, I do have really good marks. അത് വേറെ കാര്യം. Yeah. And on top of that, most importantly, +2 കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഡിസിഷൻ കംപ്ലീറ്റ്ലി എൻ്റെ ഇൻട്രസ്റ്റുമിൽ എടുക്കാൻ പറ്റും. ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ കോസ്റ്റ് ടു മച്ച്. ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് എൻ്റെ പാരൻസിനെ ഞാൻ ബുദ്ധിമുട്ടിക്കണമല്ലോ. ഞാനിപ്പോൾ ഒരു ഇന്ന കോഴ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കോഴ്സിൻ്റെ ഫീ ഭയങ്കര കൂടുതലായിരിക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ബേർഡൻ മൈ പാരൻസ്. ഈ കോഴ്സിനാണ് കൂടുതൽ റിട്ടേൺ കിട്ടുക, അതുകൊണ്ട് ഞാൻ അത് എടുക്കാം. ഒരു പരിധി വരെ എനിക്ക് ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. Because I am going to be the one who is going to take care of all my education and everything. So yeah, I am satisfied with my results. പക്ഷേ എനിക്ക് ചെറിയ ഡൗട്ടുള്ള ഈ 3 വിഷയം ഞാൻ റീവാലുവേഷന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. വൺസ് അഗൈൻ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് 190, ഹിന്ദി 200, ബിസിനസ് 190, പിന്നെ എക്കണോമിക്സ് 180, അക്കൗണ്ടൻസി 180, മാത്സ് 180. That's my score.